ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി മുതൽ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളെ തുടർന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. പിന്നെ എന്താ പറയുക, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം കേട്ടോ. പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടി പോവാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ ചെയ്യാണ് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമ്മുടെ ലൈവ് താൽക്കാലികമായിട്ട് ഞാനിങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇനി ലൈവിൽ വരുള്ളൂ. ഇനി ലൈവിൽ വരുമ്പോൾ തന്നെ ഞാൻ ഇൻഷാ അല്ലാ മുൻകൂട്ടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പൂർണ്ണമായി നിർത്തി എന്ന് പറയണില്ല. ഞാൻ എന്താ പറയുക, താൽക്കാലികമായിട്ട് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതായത് ഹെൽത്ത് ഇഷ്യൂ കുറച്ച് എനിക്കിങ്ങനെ ചെറിയൊരു പ്രോബ്ലമായിട്ട് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം എന്നെ ഫുൾ ഇതുവരെ കട്ട് സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് പറയുന്നത്, എന്താ പറയുക, എന്തോ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ഇതാവണം. ഒരുപാട് ഞാൻ മെലിഞ്ഞ് പോയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കി എന്നുള്ളത് എനിക്ക് ഇന്നലെ എൻ്റെ ലൈവിൽ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടോ ഓരോ വ്യക്തികളും. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. കാരണം ഞാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്, അല്ലാത്തവർ കൊഴിഞ്ഞു പോയവരുണ്ട്. കാരണം നമ്മുടെ എന്താ പറയുക, ഒരുപാട് അപ്ഡേഷനൊക്കെ വന്നുകൊണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്നും പോകണില്ല, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. 3 എത്തിച്ചല്ലോ, 0-ൽ നിന്ന് 1-ൽ നിന്ന് ഞാൻ ഇപ്പോൾ ഏകദേശം 8K ഒക്കെ ആയി. ഇൻഷാ അല്ലാ വൈകാതെ തന്നെ 8, 9, 10 ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻഷാ അല്ലാ ഗിവ് അവേ വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. 10K ആവട്ടെ എന്നായിരുന്നു എൻ്റെ ഒരു വലിയൊരു ലക്ഷ്യം. 10Kയിലേക്ക് ആവട്ടെ, തൊട്ട് നമ്മൾ 9Kയിൽ ആവുന്നുള്ളൂ. 10K ആയി കഴിഞ്ഞാൽ വൈകാതെ തന്നെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗിവ് അവേ വെക്കണം, നിങ്ങൾ പറയണം. ഞാനിങ്ങനെ ഒരു ആഗ്രഹം വിചാരിച്ചതായിരുന്നു. പിന്നെ നമ്മൾ ഗിവ് അവയ്ക്ക് വെച്ചാൽ മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഗിവ് അവേ വേണം എന്നെനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അത് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്, മക്കൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഗിവ് അവേ ആയിരിക്കും ഞാൻ ചെയ്യുക. കാരണം ഇപ്പോൾ എന്നെപ്പോലുള്ളവർ, ഞാൻ വീട്ടിലിരുന്ന് ചെറിയൊരു ജോബുണ്ട്, എന്നാലും വീട്ടിലിരുന്ന് ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് കൂടുതൽ കാണുന്നുണ്ടാവുമല്ലോ വീട്ടമ്മമാരും ചെറിയ മക്കളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് പറ്റുന്നൊരു ഗിവ് അവേ ഞാൻ എന്തായാലും ചെയ്യുന്ന കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ താൽക്കാലികമായിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ഫോണിലൊക്കെ ഒന്ന് മാറ്റി വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നടക്കുമോ എനിക്കറിയില്ല, എങ്കിലും മാറി നിൽക്കണം. കുറേ ഞാൻ നന്നായിട്ട് മെലിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആലോചിച്ച് തീരുമാനിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ മുനിഫ്ഖാനോട് ഞാൻ പറഞ്ഞിട്ടില്ല, എന്താ പറയുക, താൽക്കാലികമായിട്ട് കുറച്ച് എപ്പോഴെങ്കിലൊക്കെ വരും, നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വരും കേട്ടോ. കാരണം നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ അതൊരു ഇതില്ലല്ലോ എനിക്ക്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇടയ്ക്ക് ഞാൻ വരും, പോസ്റ്റ് ഇടും. പിന്നെ ടൈമൊക്കെ അതേ ടൈം തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ നൈറ്റിലും ഞാൻ ലൈവ് ഇപ്പം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ ഒരു ഒഴിവുള്ള സമയങ്ങളിലാണെങ്കിൽ നൈറ്റിലും വരണം എന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഫ്രീ ആവുന്ന, നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഫ്രീ ആവുന്നൊരു സമയം കൂടി, അപ്പോൾ അപ്പോഴും വരാം. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സ്, അതായത് ഒരുപാട് പഴക്കമൊന്നുമില്ല കേട്ടോ, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്, ഇങ്ങനെ 2-3 കാര്യം എന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സ് 2 വർഷം പഴക്കേ ഉള്ളൂ. അപ്പോൾ എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സ് നിക്കാഹിൻ്റെ മീൻസ് എൻ്റെ അടുത്ത് ഒരുപാട് പുതിയ ഞാൻ യൂസ് ചെയ്യാത്ത, കുറച്ച് യൂസ് ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്. കുറച്ചൊരു എന്താ പറയുക പാർട്ടി വെയർ ഡ്രസ്സുകളാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സ് വെറും മണിക്കൂറുകൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനത്
എന്താ പറയുക, അത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഡ്രസ്സൊക്കെ ഞാൻ കാണിക്കും. നല്ല ഡ്രസ്സാണ്, അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. അതുകൊണ്ട് ഞാൻ മുനിഫ്കയും കൂടി എടുത്തൊരു തീരുമാനമാണ്. കാരണം അലുമാറയിൽ വെച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം അത് അർഹതപ്പെട്ട ഒരാളിലേക്ക് ഞാനത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശദ വീഡിയോസും കാര്യങ്ങളും നിങ്ങളുടെ ഒരു ഹെൽപ്പും കൂടി എനിക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് തുറന്ന് പറയുന്നത് ഇപ്പം തന്നെ. അപ്പോൾ അതൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നീട്ടി പോകണില്ല, എനിക്ക് ചടക്കും. പിന്നെ ഞാനിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ചെമ്മണ്ണൂർക്ക് മീറ്റിംഗ് ഉണ്ട് എനിക്ക്. നമുക്ക് SDO STM മീറ്റിംഗ് മാസത്തിൽ ലാസ്റ്റിലുണ്ടാവും. ഒരു ട്രെയിനിങ്ങും നമ്മുടെ മീറ്റിങ്ങെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടി ഞാൻ പോവുകയാണ്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരീരം മെലിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ, ക്ഷീണിച്ചു എന്ന് പറഞ്ഞപ്പം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം, മൊത്തത്തിലൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. നിങ്ങളെ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞത് മാനിച്ചുകൊണ്ട് ഞാൻ നാളെ എന്തായാലും പോയിട്ടൊന്ന് ടെസ്റ്റ് നടത്തുന്നുണ്ട്. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും വിവരങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പം ഞാൻ ഇനി ഷോപ്പിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് കേട്ടോ. അപ്പം അതിന് കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാം ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ട്രെയിനിങ്ങിന് പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ കാണാം. മറക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കട്ട സപ്പോർട്ട് എനിക്കിനി മുന്നോട്ട് വേണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാനിനി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇനി കൂടുതലും പറഞ്ഞ് ചടപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഡ്രസ്സ് അയൺ ചെയ്യാം കേട്ടോ. ഈ ഡ്രസ്സ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് മുനിഫ്ക എനിക്ക് എടുത്തു തന്ന ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കളറും കൂടിയാണ് കേട്ടത്. അപ്പോൾ മുത്തുമണീസ് എൻ്റെ എല്ലാം റെഡി ആയിട്ടോ. പിന്നെ റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവൊക്കെ എനിക്ക് കുറവായിരിക്കും. അപ്പം എൻ്റെ മാക്സിമം എൻ്റെ ഷോർട്ട് വീഡിയോസും നല്ല എന്താ പറയുക ലോങ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാച്ചർ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ലൈവ് ഇടാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇനി അത് നടക്കില്ല. അപ്പം നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഡ്രൈവർ 10 മണിക്ക് വരുമെന്ന്, കറക്റ്റ് 10 മണിക്ക് ഇറങ്ങണം എന്ന് പറയാം. അവനക്ക് വേറെ ട്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റ് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആവാനായിട്ടോ 9:50 ആയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ വിശേഷങ്ങളും കാണിക്കൂട്ടോ. നിങ്ങൾ എല്ലാം കണ്ട് എന്താ പറയുക കമൻറ്റ് ഇടണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇനി നന്നാക്കണമുണ്ടെങ്കിൽ അതും പറയണം. എല്ലാം പറയാം, നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറയാം. എല്ലാം നിങ്ങൾക്ക് പറയാനുള്ളതുണ്ട്. അപ്പോൾ മുത്തുമണികളെ ലൈക്ക് അടിക്കിട്ടോ. അപ്പോൾ മക്കളെ ഞാനിതാ ഏകദേശം നമ്മുടെ ഷോപ്പാണ് കേട്ടോ. അതാണ് തിരൂർ താഴെപ്പാലം ഷോപ്പ് കേട്ടോ, ചെമ്മണ്ണൂർ. അപ്പോൾ ഹാളിലേക്ക് കയറാം കേട്ടോ. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എല്ലാവരും വന്നു. ഇപ്പം നമ്മുടെ മീറ്റിംഗ് ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ടീ ടൈമൊക്കെ ഉണ്ടായിരുന്നു. ടീയും പിന്നെ പബ്സും, നല്ല ചൂടുള്ള പബ്സും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒക്കെ കുടിച്ചു. വീട്ടിലേക്ക് ഇതാ തിരിച്ച് പോരുകയാണ് കേട്ടോ. നല്ല വിശപ്പോട് കൂടിയിട്ടാട്ടോ വീട്ടിലേക്ക് വരണത്. അപ്പോൾ വീട്ടിൽ വന്നു. ഞാൻ ഉപ്പാനും ഉമ്മാനെ ഒന്നും കാത്തു നിൽക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഓരോന്നും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് വിശപ്പിൻ്റെ അറ്റം കൊണ്ട് ഞാൻ വേഗം ഫുഡൊക്കെ വിളമ്പി കഴിച്ചു കേട്ടോ. നല്ല മുരിങ്ങക്കായ കറിയും മീൻ പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തുമണികളെ ഞാൻ ചോറൊക്കെ കഴിച്ചു ഇതാ റൂമിലെത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിന് മുൻപ് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ഗിവ് അവേ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗിവ് അവേ ചെയ്യുന്നത് നമുക്ക് 10K കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ ഗിവ് അവേ ചെയ്യുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഇപ്പം തന്നെ ഗിവ് അവേ ചെയ്യുമെന്ന് ഞാൻ പറയില്ല. 10K ആയെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നമുക്കായെങ്കിൽ 10K ഫാമിലി ആയി മാത്രമേ ഞാൻ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുക ഗിവ് അവേക്ക് എന്ത് ഗിഫ്റ്റ് വേണമെന്നൊക്കെ. എൻ്റെ മനസ്സിൽ ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റും നിങ്ങൾക്ക് പറയാം കേട്ടോ, എന്ത് കൊടുക്കണം എന്നുള്ളത് യൂസ്ഫുള്ളായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും പോകുന്നുണ്ട്, പക്ഷെ ഒരുവിധം എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് തരാറില്ല. ഞാനതൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നോട്ടി പോയാലും ചില ആളുകൾ ലൈക്ക് തരാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ സ്നേഹത്തോടെ ആ ഒരു കാര്യം കൂടെ പറയാനിട, ഒന്ന് ലൈക്ക് അടിക്കുക. കാരണം അതിന് ഇത്ര വലിയ ചിലവൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് നിങ്ങൾ കാണുന്നോട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടോ, ഒന്ന് കുറച്ച് സമയം കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറെ എനിക്ക് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് നമ്മൾ വീഡിയോസും ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടി ഇനി ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും മറക്കണ്ട. പിന്നെ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇട്ട ഡ്രസ്സല്ലേ എന്നൊന്നും വിചാരിക്കരുത്. കുറഞ്ഞ 2 മണിക്കൂറും 3 മണിക്കൂറും ഞാൻ യൂസ് ചെയ്തൊരു ഡ്രസ്സാണ്. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. എന്താ പറയുക, ഒരു വെഡ്ഡിങ് ഡ്രസ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ അത്യാവശ്യം നല്ലൊരു ഡ്രസ്സായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ കൊടുക്കാൻ, ഞാൻ ക്യാഷ് ഒന്നും വേണ്ട, ഒന്നിനുമല്ല, എനിക്ക് അതിനൊന്നുമല്ല. പിന്നെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സിൽ അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാനിങ്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് ആ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു, ടാറ്റാ ബൈ. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പോട്ടെ, നെക്സ്റ്റ് വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ.